പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള 41ാമത്തെ യോഗ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 വാക്യങ്ങൾ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ ഒരു ശക്തമായൊരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. അനേക പ്രാർത്ഥനകളുണ്ട്. നമ്മൾ ഈ കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നുള്ള വിഷയം ചിന്തിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം നമ്മൾ 51 യോഗ്യതകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് നിർമ്മലന്മാരും രണ്ട് ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. അല്ലേ? ഇന്ന് സഭകളിൽ ഇടർച്ച വരുന്നവരുണ്ട്, അല്ലേ? ആ വ്യക്തികൾ തമ്മിൽ ഇടർച്ച വരുന്നവരുണ്ട്. വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളൊക്കെ പല വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സഭകളിലും ഇടർച്ച വരുന്നവരെ കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇടർച്ച വരുന്ന അസാധ്യമാണ്, പക്ഷേ ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഒന്ന് നമ്മൾ നിർമ്മലന്മാരായിരിക്കണം, രണ്ട് നമ്മൾ ഇടർച്ചയില്ലാത്തവരായിരിക്കണം. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ എന്ത് ചെയ്യണേ? തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലേ? അത് നീതിഫലം നിറഞ്ഞവരായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ വിളിയെക്കുറിച്ചൊക്കെ എന്താണ് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ഈ തമ്മിലും വഴക്കും ഒക്കെ ഈ സഭകളിലൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആഴമായ ദൈവസ്നേഹം ഉള്ളവരാണെങ്കിൽ ഒരിക്കലും എന്താണ് അവർ ഇടർച്ച ഉണ്ടാക്കത്തില്ല. അത് മാത്രമല്ല, കർത്താവ് പറഞ്ഞല്ലേ, ഞാൻ നിർമ്മലനായിരിക്കുന്ന പോലെ, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിപ്പീൻ, അല്ലേ? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? നിർമ്മലീകരിക്കണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട വാക്യമാണ് 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങളിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആ വിശുദ്ധിയിലേക്ക്, കർത്താവിൻ്റെ ആ നിർമ്മലതയിലേക്ക് നമ്മൾ വളർന്നാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ. എന്താണ് യഥാർത്ഥമായ ആത്മീയ എന്ന് പറയുന്നത്? കർത്താവിനെ പോലെ ആയിത്തീരുന്നതാണ് യഥാർത്ഥമായ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ. ഇന്ന് പലർക്കും അതറിയത്തില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ എങ്ങനെ കഷ്ടം സഹിച്ചു, എങ്ങനെ മറ്റുള്ളവരോട് ഇടപെട്ടു, അതാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും വർദ്ധിക്കുമ്പോൾ നമുക്ക് പതിയെ പതിയെ കർത്താവിൻ്റെ നിർമ്മലതയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ഞങ്ങൾ നിർമ്മലന്മാരും ആർക്കും ഇടർച്ചയില്ലാത്തവരുമായിരിക്കും, ഞാൻ കൃപ നൽകണമേ എന്ന് ദൈവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ